ഹലോ. അപ്പോൾ ഞങ്ങളിന്ന് ചിമ്മിനിടാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വ്ളോഗൊക്കെ എടുക്കണേ. അതിൻ്റെ കുറച്ച് ടെൻഷനൊന്നുമല്ല, എന്നാലൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴിയിൽ കാണാം. അപ്പോൾ ഇതിനകത്ത് കാണാനുള്ളത് മരൂട്ടിച്ചാൽ കുത്തെന്ന് പറഞ്ഞാൽ മരൂട്ടിച്ചാൽ വെള്ളച്ചാട്ടം കേട്ടോ. അതിൻ്റെ ടോപ്പ് ഭാഗമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാണ്ടോയെന്ന് അറിയില്ല, ഞാൻ മാക്സിമം സൂമൊക്കെ ചെയ്ത് കാണിച്ചു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പം അവിടേക്ക് ആരും അങ്ങനെ അലൗഡ് അല്ല. അപ്പോൾ ഇതേ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു, എന്നിട്ട് ബാക്കിയുള്ള യാത്ര. പിന്നെ ഇനി അടുത്തത് നമ്മൾ പുലിക്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം. സ്ഥലത്തേക്കല്ല, പോണ വഴിയിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ വിചാരിച്ചു. ഞങ്ങൾ എപ്പോൾ പോയാലും അവിടെ കയറുന്നൊരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ എന്താ പറയുക, ബിരിയാണി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ കഴിച്ചില്ല, കാരണം ഞങ്ങൾ നൊയമ്പായ കാരണം കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വഴി കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. ഈ വഴിയിൽ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ, അങ്ങോട്ട് ചിമ്മിനിടാൻ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഞങ്ങളിതേ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. നല്ല ചായയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ബിരിയാണിയാണ് ഏറ്റവും ഞാൻ കഴിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതേ പിന്നെയും ചായയൊക്കെ കുടിച്ച് പിന്നെയും ഇറങ്ങി. അപ്പം ഇങ്ങനെ പോണ വഴി കാണാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ അവിടെ. ഈ വഴി കുറച്ച് മോശമാണ്, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വഴി. ഇപ്പോൾ നമ്മളിതേ അടുത്ത ജംഗ്ഷൻ എത്തിയിട്ടാണ്. ഇത് പാലപ്പിള്ളി എന്ന് പറയും. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ട ചിമ്മിനിടാമ്മയ്ക്ക്. ഈ നേരെയുള്ള വഴി പോയി കഴിഞ്ഞാൽ മൈസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. കർണാടക മൈസൂരല്ല, വേറെ ഒരു മൈസൂർ എന്ന് പറഞ്ഞൊരു പ്ലേസ്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ വണ്ടി ഓടിക്കാൻ പോവാം. എനിക്ക് ലേണേഴ്സ് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ വണ്ടി ഓടിക്കാൻ അങ്ങനെ ഫുൾ സെറ്റായിട്ട് അറിയില്ല. ഇങ്ങനെയൊക്കെ പഠിക്കും. ഈ ഒരു പ്ലേസ് നല്ല രസമായിട്ടാണ് കാണാൻ. നമുക്കവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. സൺഡേ ആകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. നല്ലൊരു പ്ലേസാണ്, കാണാനും നല്ല രസം. ഈ വഴിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയൊക്കെ പോയ പോലെ തോന്നും കേട്ടോ. ഈ രണ്ട് സൈഡിലും ഈ പൈൻ മരങ്ങളില്ലേ, അതേപോലെയൊക്കെ തോന്നും. പക്ഷെ ഇത് റബ്ബറാണ്. പക്ഷെ അങ്ങനെ നമുക്ക് അതിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഇതറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ എച്ചിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്, അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് പോയിട്ടാണ് നമ്മുടെ ചിമ്മിനി ഡാമിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്, ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് അവർ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ചോദിക്കും. പിന്നെ ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത് 40 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ സൈൻ ചെയ്യണം. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടിക്കറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. ഗൈസ്, ഞാനൊരു ജാതി ഒളി ക്യാമറയൊക്കെ വെച്ച് വീഡിയോ എടുക്കണ മാതിരിയാട്ടാ
വീഡിയോ ഒക്കെ എടുത്ത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണതേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ ഫീലിങ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആൾ കാണാത്ത മാതിരി, അറിയില്ലല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒളി ക്യാമറയൊക്കെ വെച്ച് വീഡിയോ എടുക്കണ മാതിരിയായിട്ടാണ് എടുത്തത്. ഭയങ്കര റിസ്കി ആയിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. അവിടെ ദേ ബൈക്കൊക്കെ ഞങ്ങൾ പാർക്ക് ചെയ്ത് വെച്ചു. അവിടെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലം. നമുക്ക് അകത്തേക്ക് പോവാം. ഇന്ന് ഞായറാഴ്ച കാരണം അല്ല, ഇന്ന് ഇടദിവസമായ കാരണം അധികം ആൾക്കാരൊന്നുമില്ല. അത് കുറച്ച് ആൾക്കാരുള്ളൂ. കുറച്ച് ആൾക്കാരല്ല, ആൾക്കാരില്ല. ഞായറാഴ്ച വന്നാൽ കുറേ ആൾക്കാരുണ്ടാവും. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരണതാണ്. ഞങ്ങൾക്ക് വലിയ ഇതൊന്നുമില്ല. എപ്പോഴും വരും. ചിമ്മിനി ഡാമും ബീച്ച് ഡാമും ഒരു 100 വട്ടം കണ്ടു കേട്ടോ. ഞാൻ ഈ വഴി കുറേ നാളായി വന്നിട്ട്. അന്ന് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ ഒന്നും വന്നില്ല. നമ്മള് വന്നല്ലോ. ഇല്ല, ഇവിടെ അവിടെ താഴെ പോയി. നല്ല രസമുണ്ട്. ക്ലൈമറ്റ് കൊള്ളാം. നല്ല തണവും. ആകെ കുറച്ച് 2 ഊഞ്ഞാലെങ്ങാണ്ടുള്ളതുകൊണ്ട് പോകുന്നുണ്ട്. ഒരെണ്ണത്തിലൊരു കൊച്ചിരി നാടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേനും കാലിയായിരുന്നു പ്രതീക്ഷിക്കുന്നു. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. വാവ്, ഫോണിൽ കാണുന്നേക്കാൾ ഭംഗി നേരിട്ട് കാണാം അല്ലേ. സൺഡേ ആണെങ്കിൽ നിറച്ച് കൊട്ടവഞ്ചിയാ. അതെന്തോ ഒരു മരം പോലത്തെ സംഭവം അല്ലേ. ഓ മരം പോലത്തെ സംഭവം. ഇത് നമുക്ക് കയറുന്ന കുഴപ്പമുണ്ടാ? നല്ല രസം ഗൈസ് കാണാം. സൂപ്പർ. അത് മഞ്ഞ ഫോഗ്. വെയിലില്ലാത്തോണ്ടാ. ഭാഗ്യം വെയിലില്ലാത്ത, നല്ല തണവുള്ള ഇത്. നല്ല രസമുള്ള ക്ലൈമറ്റ്. കൊട്ടാഞ്ചി അതേ പോണൂലേ. ഞാൻ ദേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു വട്ടം വന്നപ്പോൾ കൊട്ടവഞ്ചിയിലൊക്കെ കയറിയായിരുന്നു. നല്ല രസമായിരുന്നു. കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് 400 രൂപയാണ് കേട്ടോ വരുന്നത്. അതിൽ 4 പേർക്ക് കയറാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ, ഞങ്ങൾ 2 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞങ്ങൾ പിന്നെ കയറിയില്ല. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ 2 പേര് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തോ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ അടുത്ത്. എന്തിട്ടാണാവോ, എന്തോ ആവശ്യമില്ലാത്ത എന്തൊക്കെയൊക്കെയാണ് ഞാൻ പറയണത്. അതെനിക്ക് ഈ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായായിരുന്നു. അതുകൊണ്ട് ഓഡിയോ കട്ടാക്കിയത് കേട്ടോ. അടച്ചിട്ടേക്ക് എന്തു പറയാനാ. അപ്പം ഞങ്ങളിതേ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. താഴെ അവിടെ ചെന്നിട്ട് കാണാൻ നല്ല രസമാട്ടോ. കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു ഐഡിയ കൊള്ളാമല്ലേ. കൊട്ടവഞ്ചി ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്തിരിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഇച്ചിരി കുനിഞ്ഞിരുന്ന് നോക്കണം പുറമേക്ക് കാണണമെങ്കിൽ. അപ്പോൾ അതൊരു അപാകത പോലെ തോന്നി. നല്ല രസമാട്ടോ അവിടെ കാണാനായിട്ട്. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. എനിക്കിവിടെ വന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടാ ഈ ഊഞ്ഞാലാടുന്നത്. 2 ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആകെ ഒരെണ്ണം ഉള്ളു അവിടെ. ഒരെണ്ണം പൊട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഞാൻ ക്ഷീണിച്ച് ഇങ്ങനെ ഇവിടെ വന്നിരുന്നു കേട്ടോ കുറച്ച് നേരം. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് കണ്ടത് ഒരു 2-3 പേരിങ്ങനെ കൊട്ടവഞ്ചിയിൽ പോണത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തതാട്ടോ. ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു കൂട്ടാ. ഇവിടെ ഒന്ന്
ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. നമ്മൾ നൈസായിട്ട് മൂഞ്ചി ഗൈസ്. നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല, 5% ചാർജുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത വട്ടം വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കാം. വേറെന്തോ ചൊക്കനെയാ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അവിടെ ഒരു നല്ല രസമുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വട്ടം വരുമ്പോൾ നമുക്ക് അതൊക്കെ എടുക്കാം. പിന്നെ ഇവിടെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്ത വട്ടം എടുക്കാം. ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം, ചാർജില്ല അത് തന്നെ. ബൈ.